ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് പുതിയൊരു വർഷം തുടങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞാൻ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹണി ജാം കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസുമാണ്. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹണി ജാം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കേക്ക് ഇന്ന് കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. താഴെ കുറച്ച് ഒരു ചെറിയ ലെയർ ഉപ്പിട്ടാൽ മതി. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്റ്റീൽ റിങ്ങോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതാദ്യം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത്. കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിൽ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഈ 1/4 കപ്പ് മൈദയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വേണം കേട്ടോ. ഏതെങ്കിലും ഒന്ന് പറ്റില്ല, രണ്ടും ചേർക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ മാവിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാനിതുപോലെ ചെറിയൊരു ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന മിക്സിയുടെ ജാർ എടുത്താൽ മതി. നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. മസാലയുടെ മണമൊന്നും ഉണ്ടാവരുത്. നമ്മൾ ഈ തേങ്ങയൊക്കെ അരക്കില്ലേ, തേങ്ങ മസാലയൊക്കെ ചേർത്ത് അരയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു മണം ഇല്ലാതെ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാം. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് ചേർത്തു. ഇതാണ് ടേബിൾ സ്പൂൺ. ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുവാണ്. ഇനി ഇത് നമുക്ക് ഒട്ടും തരിയില്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് നന്നായി മാറിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ മഞ്ഞ കളറിലായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് സമയം അടിച്ചു കഴിയുമ്പോൾ ചെറിയൊരു ക്രീം കളറാവും. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു നല്ല മഞ്ഞ കളർ മാറിയിട്ട് ഒരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീം പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിലേക്ക് ഇനി 6 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം. ബട്ടർ ആണെങ്കിലും സെയിം അളവ് തന്നെയാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം ഒലിവ് ഓയിൽ, വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ, നല്ലെണ്ണ അങ്ങനെയുള്ള എണ്ണകൾ ഒഴിവാക്കണം. അതായത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫ്ലേവർ വരുന്ന എണ്ണകളെല്ലാം ഒഴിവാക്കണം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് കൂടുതൽ ടേസ്റ്റിയും സോഫ്റ്റും ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടുതൽ എണ്ണ തന്നെ ചേർത്താൽ മതി. ഇത് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മളിപ്പോൾ മുട്ടയും പഞ്ചസാരയും എണ്ണയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലിരിക്കുന്നതെല്ലാം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ എടുക്കണം കേട്ടോ. കാരണം കറക്റ്റ് അളവിനാണ് നമ്മളെല്ലാം എടുത്തിരിക്കുന്നത്. കേക്കിൽ എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതിനകത്തുള്ള ബാറ്റർ എല്ലാം എടുക്കണം. അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം പോലെയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ എസൻസ് ശരിക്കും നിങ്ങൾക്ക് എണ്ണ ചേർത്ത് ആ സമയത്ത് തന്നെ മിക്സിയുടെ ജാറിൽ കൂടെ ചേർത്ത് അടിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അപ്പോൾ അത് ചേർക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേർത്തു. 2 ആയാലും കുഴപ്പമില്ല. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ ഉണ്ടല്ലോ, മൈദയുടെ കൂട്ടും പിന്നെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതായത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് രണ്ടും മാറി മാറി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. വളരെ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. ചേർത്ത മൈദ അതിനകത്തോട്ട് അങ്ങ് ചേർന്നാൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേക്ക് കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. റൗണ്ടായിട്ട് എടുക്കുക, നടുക്കൂടെ കട്ട് ചെയ്യുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. അപ്പോൾ ഈ കേക്കെന്നല്ല, എല്ലാ കേക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മാവ് ചേർക്കുന്ന സമയമാകുമ്പോൾ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് വളരെ പതുക്കെ തന്നെ ഇളക്കിയെടുക്കണം. മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഇതുപോലെ മിക്സിയോ ഉപയോഗിക്കാം. ഇനി കുറച്ച് പാല് ചേർക്കാം. ഞാൻ പകുതി പാല് ചേർക്കുവാണ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് പാലും മൈദയും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർക്കാം. പാല് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കേക്കിന് വേണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ കേക്ക് ടിനൊക്കെ ഗ്രീസ് ചെയ്യുന്ന പോലെ ആദ്യം താഴെയും സൈഡിലൊക്കെ കുറച്ച് എണ്ണ തേച്ചു. അതിനുശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യുന്നതൊക്കെ ഞാൻ മുൻപ് പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ ഇതിന് മുന്നേ ഇട്ട കേക്ക് വീഡിയോസ് നോക്കിയാൽ മതി. അതിനകത്ത് കാണിക്കുന്നുണ്ട് കേക്ക് ടിൻ എങ്ങനെയാണ് ഗ്രീസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചിട്ടുണ്ട്. എപ്പോഴും കേക്ക് ടിന്നിൻ്റെ ഏകദേശം പകുതിയോളം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുമ്പോഴത്തേക്കും കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആവത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇതിന് പകരം ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തു കഴിഞ്ഞാൽ മാവ് കൂടുതലായിരിക്കും ഒഴിക്കുന്നത്. അപ്പോൾ കേക്ക് നടുക്ക് വേവത്തില്ല, പക്ഷേ സൈഡൊക്കെ കരിഞ്ഞു പോകുന്ന പോലെ ആവും. അതാണ് പ്രശ്നം. ഇനി ഇത് നമുക്ക് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിനി നേരത്തെ ചൂടാക്കിയിട്ട പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ബേക്കിംഗ് ടൈം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ബേക്കിംഗ് ടൈമിന് 5 മിനിറ്റ് മുന്നേയും 5 മിനിറ്റ് കൂടുതലും നിങ്ങൾ കണക്കാക്കണം. അതായത് ഞാൻ 20 മുതൽ 25 മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റിൽ ഇത് ബേക്കാവും, ചിലപ്പോൾ 30 മിനിറ്റ് ആയെന്നിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടായി കിടക്കുന്ന കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളൊരു 15 മിനിറ്റ് ആകുമ്പോൾ കുക്കർ ഒന്ന് തുറന്ന് നോക്കണം. ചിലപ്പോൾ അത് ബേക്ക് ആയിട്ടുണ്ടാവും. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ, അതായത് മാവ് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടും. എപ്പോഴും മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ടിട്ട് ബേക്ക് ചെയ്യണം. തീ കൂട്ടി വെക്കരുത്. ഇതിൽ ഞാൻ വാഷർ ഇട്ടിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടില്ല. വെയിറ്റ് ഇടാതെ വേണം ബേക്ക് ചെയ്യാൻ. ഈ കേക്ക് കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 17 മിനിറ്റാണ് ആയത്. 17 മിനിറ്റിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ച് നിങ്ങളിങ്ങനെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വരണം. കണ്ടോ, ഇതിനകത്ത് ഒട്ടും തന്നെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുറച്ച് പേര് എപ്പോഴും സംശയം ചോദിക്കാറുള്ളതാണ്, നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച ഉപ്പുണ്ടല്ലോ അത് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അത് നമുക്ക് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലെ ബേക്ക് ചെയ്യാനൊക്കെ ഒരു തവണയും കൂടി യൂസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഉപ്പിനൊരു പുകഞ്ഞ മണം വരും. അപ്പോൾ അത് കേക്കിനും ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു തവണയും കൂടിയൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റി എടുക്കാം. ഇപ്പോൾ ഈ കേക്ക് നല്ല ചൂടാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് കേക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല ചൂടങ്ങ് മാറിക്കിട്ടും. അപ്പോൾ കേക്ക് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. കാരണം പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുക്കാൻ കുറേ സമയം എടുക്കും. പാനിനും ചെറിയൊരു ചൂടുണ്ടല്ലോ. കേക്കുകൾ എപ്പോഴും നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത മുട്ടയുടെയൊക്കെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റും. കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുമില്ല. കണ്ടില്ലേ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെക്കുന്ന കേക്ക് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സിറപ്പും ജാമും ഒക്കെ തേച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ കേക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഹണി സിറപ്പും അതുപോലെ ജാമും ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വേണം. ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ തേങ്ങയ്ക്ക് കറക്റ്റായിട്ട് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ ചേർക്കാം. അപ്പോൾ ഈ 3 ടീസ്പൂൺ തേങ്ങ നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ചൊരു ഈർപ്പം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്നും മാറാൻ പാടില്ല, വെള്ള കളറിൽ തന്നെ ഇരിക്കണം. പക്ഷേ അതിനകത്തുള്ള ഈർപ്പം മാറി അതൊന്ന് ഡ്രൈ ആവണം. ഇപ്പോൾ ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഇത് മതി. ഇത് നമുക്ക് മാറ്റി ഒരു ബൗളിലിട്ട് വെക്കാം. ഇനി നമുക്ക് സിറപ്പ് തയ്യാറാക്കാം. ഈ കേക്കിൽ നമ്മൾ ഹണി സിറപ്പാണ് ഉപയോഗിക്കുന്നത്, അതായത് തേൻ കൊണ്ടുള്ള സിറപ്പ്. ഇനിയിപ്പോൾ തേനിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമോ എന്നൊന്നും സംശയം വേണ്ട. വളരെ ചെറിയൊരു ടേസ്റ്റ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഹണി തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഇനിയിപ്പോൾ ഹണിയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചാലും മതി. അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഒന്ന് അലിയിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ ഈ ഹണി സിറപ്പിന് പകരം നിങ്ങൾക്ക് ആ ഷുഗർ സിറപ്പ് വേണേലും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹണി സിറപ്പാണ്. അത് ചേർക്കുമ്പോഴാണ് കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഇതൊക്കെ പെട്ടെന്നാവും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തിളച്ച് വരും. ഇപ്പോൾ ഇത് ഹണി സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് വേറൊരു ബൗളിലോട്ട് ഒഴിച്ചു വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് മുകളിൽ കോട്ട് ചെയ്യാനുള്ള ജാമിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി ജാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജാം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, പൈനാപ്പിൾ ജാം പോലെ കുറച്ച് ഒരു പുളിരസം കൂടുതലുള്ള ജാമുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കേക്ക് കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ്, അതായത് പുളിയുടെ ടേസ്റ്റ് കൂടി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ സ്ട്രോബെറി ജാമോ അല്ലെങ്കിൽ നമുക്ക് കിസാൻ്റെ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഹണി സിറപ്പ് ഉണ്ടാക്കിയ അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ ഉപയോഗിക്കാം. അതിനകത്തോട്ട് 1/4 കപ്പ് ജാം ഇട്ട് കൊടുക്കാം. ജാമിൻ്റെ അളവ് കുറച്ച് കൂടുതലൊക്കെ എടുക്കാം. അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. കറക്റ്റ് അളവൊന്നും നിർബന്ധമില്ല. ഇതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്, ആ വെള്ളവും ജാമും കൂടി പെട്ടെന്ന് മിക്സ് ആവത്തില്ല. പക്ഷേ കുറച്ച് സമയം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ജാം വെള്ളത്തിൽ അലിഞ്ഞോളും. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം, അപ്പോൾ അത് നല്ലൊരു സിറപ്പായിട്ട് കിട്ടും. ജാം കോട്ടിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കണം. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കേക്കിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ കേക്കിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഹണി സിറപ്പും അതുപോലെ ജാം കോട്ടിങ്ങും ഒന്നും തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ തേച്ച് എടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്നാൽ ഈ ജാമൊക്കെ വീണ്ടും കട്ടിയായിപ്പോവും. അപ്പോൾ ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിൽ തേച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ചെറിയൊരു ലെയർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ സിറപ്പ് നന്നായിട്ട് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കട്ടിയിലല്ല, വളരെ ചെറിയൊരു ലെയറാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ കേക്ക് കട്ട് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് മാറ്റാം. ഓക്കെ, ഇത്രയും മാറ്റിയാൽ മതി. അപ്പോൾ നല്ലൊരു ലെവലായിട്ട് കിട്ടും. സിറപ്പ് നല്ലതായിട്ട് ഉള്ളിൽ പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ഹണി സിറപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഹണി സിറപ്പ് ഫുള്ള് ഞാൻ ഇതിനകത്ത് ഒഴിക്കുവാണ്. അത് കറക്റ്റ് അളവാണ് കേട്ടോ, ഒരുപാട് കേക്ക് സോഫ്റ്റായി പോകത്തൊന്നുമില്ല, അതുകൊണ്ട് ഫുൾ ഒഴിക്കാം. അപ്പോൾ കേക്കിലേക്ക് ഹണി സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ജാം ഉണ്ടല്ലോ, അത് മുകളിൽ ഒഴിച്ച് കോട്ട് ചെയ്ത് കൊടുക്കാം. ജാം ഇതുപോലെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നല്ല എളുപ്പമാണ്. മാത്രമല്ല ആ ജാം കേക്കിൻ്റെ ഉള്ളിലോട്ട് കുറച്ചൊന്ന് ഇറങ്ങുകയും ചെയ്യും, അതൊരു നല്ല ടേസ്റ്റാണ്.
അപ്പോൾ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് ജാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. തേങ്ങ എത്രത്തോളം ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ 3 ടീസ്പൂണാണ് ആദ്യം എടുത്തത്. അത് ഫുൾ ഇതിനകത്ത് ചേർക്കാം. ടേസ്റ്റൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഞാനിപ്പം കുറച്ചാണ് ചേർക്കുന്നത്. കാരണം ഫോട്ടോ എടുക്കുമ്പോൾ തേങ്ങ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ താഴെയുള്ള ആ ചുവന്ന ജാം കാണാൻ പറ്റത്തില്ല. അത് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളെടുത്ത തേങ്ങ ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദേ ഹണി ജാം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ സ്ക്വയർ പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് എത്ര സോഫ്റ്റാണെന്ന് നോക്കൂ. നമ്മൾ ആ കത്തി വെക്കുമ്പോൾ തന്നെ അങ്ങ് താഴ്ന്നു പോവാണ്. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. കേക്ക് തന്നെ നല്ല സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ ആ സിറപ്പും ജാമും ഒക്കെ ആകുമ്പം നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും. കേക്ക് കണ്ടോ, അടിപൊളിയല്ലേ? താഴെ വാനില സ്പഞ്ച് കേക്ക്, അതിൻ്റെ ഉള്ളിൽ ഹണി സിറപ്പുണ്ട്, മുകളിൽ ജാം കോട്ടിങ്, കുറച്ച് തേങ്ങ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.